ഹായ് ഫ്രണ്ട്സ്, ഐ ആം ടി സി വിജയൻ, ലൈഫ് കോച്ച് മയ്യ. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നായകളെ പറ്റിയാണ്. നമുക്കെല്ലാവർക്കും ഇഷ്ടമുള്ളൊരു മൃഗമാണ് നായ. നായ വളരെ നന്ദിയുള്ളതും മനുഷ്യനായിട്ട് വളരെ ഇണങ്ങിച്ചേരാൻ പറ്റിയതായിട്ടുള്ള ഒരു മൃഗമാണ് നായ. പക്ഷേ ഈ നായക്ക് 3 ദോഷവശങ്ങളുണ്ട്. ദോഷവശങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്ന ദോഷവശങ്ങൾ എന്തൊക്കെയാണ്? 1, നായകൾ ചുമരിൽ മൂത്രമൊഴിക്കുന്നു. 2, നായകൾ ഏതെങ്കിലും ഒരു യാചകരെ കണ്ടാൽ അവരുടെ പുറകെ ഓടി കുരച്ചുകൊണ്ട് അവരെ ഓടിക്കും. 3 പറഞ്ഞാൽ എന്താണ്? നമ്മളെല്ലാം സുഖമായി കിടന്നുറങ്ങുമ്പോൾ രാത്രിയിൽ അത് കുരച്ചുകൊണ്ട് നമ്മുടെ ഉറക്കം കെടുത്തും. ഈ 3 ദുശ്ശീലങ്ങൾ ഒഴിച്ചാൽ നായകൾ വളരെ നന്ദിയുള്ളവരാണ്. അവരുടെ യജമാനന്മാരെ വളരെ കാര്യമായിട്ട് നോക്കും, വളരെ ശ്രദ്ധിക്കും. അവരുടെ ജീവൻ പോയാൽ പോലും അവർ യജമാനന്മാരെ സംരക്ഷിക്കും. അതായത് നായയുടെ കുടുംബം എന്ന് പറഞ്ഞാൽ അവർക്ക് കുടുംബമായി ജീവിക്കാനുള്ളൊരു ഐഡിയുള്ള മൃഗമാണ്. അതുകൊണ്ട് മനുഷ്യരുടെ കൂടെ താമസിക്കുമ്പോഴും അവർ നമ്മളെ ഒരു സ്വന്തം വീട്ടിലെ ഒരു അംഗത്തെ പോലെ കരുതി അങ്ങനെ പെരുമാറുന്ന ഒരു മൃഗമാണ് നായ. എന്നാൽ ഈ 3 ക്വാളിറ്റി ഞാൻ ഇപ്പോൾ പറഞ്ഞില്ല. അതായത് നമ്മൾ പറഞ്ഞ 3 മോശം സ്വഭാവം അതെന്തൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം. അതിനൊരു കഥ പറയാം ഞാൻ. പണ്ട് ഒരു സന്യാസി ഒരു നായയായിട്ട് സംസാരിച്ചു. പല സന്യാസിമാർക്കും മൃഗങ്ങളുമായിട്ട് സംസാരിക്കാനും ആശയവിനിമയം നടത്താനും ഒക്കെ അറിയാമായിരുന്നൊക്കെയല്ല. ഓക്കെ, അങ്ങനെ ഒരു നായയോട് ചോദിച്ചു, നിങ്ങളെല്ലാം കൊണ്ടും കൊള്ളാം, പക്ഷേ ഈ ഒരു 3 ദോഷ സ്വഭാവങ്ങളുണ്ട്, അതുകൂടി മാറ്റിയിരുന്നെങ്കിൽ നിങ്ങൾ നല്ലൊരു മൃഗമാവുമായിരുന്നു. നായ ചോദിച്ചു, എന്താ കാര്യം? അപ്പോൾ പറഞ്ഞു, നിങ്ങൾ ചുമരിൽ മൂത്രമൊഴിക്കുന്നു. ഉടനെ ചിരിച്ചുകൊണ്ട് നായ പറഞ്ഞു, അതായത് ഭൂമിയിൽ പണ്ട് എവിടെയാണ് ക്ഷേത്രമുണ്ടായിരുന്നത്, പള്ളി ഉണ്ടായിരുന്നത്, പൂജ നടത്തിയ സ്ഥലങ്ങളുണ്ടായിരുന്നത് ഒന്നും നമുക്ക് അറിയാൻ പറ്റില്ല. എത്രയോ കൊല്ലമായിട്ടുള്ള ഭൂമിയാണ്. ഒരുപക്ഷെ പല സ്ഥലത്തും പല പുണ്യസ്ഥലങ്ങളും ഇപ്പോൾ അത് മൺമറിഞ്ഞ് പോയിട്ടുണ്ടാകും. അതുകൊണ്ട് അതുപോലുള്ള സ്ഥലങ്ങളിൽ ഞങ്ങൾക്ക് മൂത്രമൊഴിക്കാൻ താല്പര്യമില്ല. അതുകൊണ്ടാണ് ചുമരിൽ മാത്രം മൂത്രമൊഴിക്കുന്നത്. അല്ലാതെ മറ്റുള്ളവർ ഉപദ്രവിക്കാൻ വേണ്ടിയല്ല. ഈ പുണ്യസ്ഥലം എവിടെയാണെന്ന് മനസ്സിലാവാതെ കൊണ്ട് പുണ്യസ്ഥലത്ത് ഒരിക്കലും മൂത്രമൊഴിക്കാൻ പാടില്ല. അതുകൊണ്ട് ചുമരിൽ മൂത്രമൊഴിക്കും. സമ്മതിച്ചു. 2 കാര്യം, പാവപ്പെട്ട യാചകരെ കാണുമ്പോൾ എന്തിനാണ് കുരച്ചുകൊണ്ട് അവർ ഓടിക്കുന്നത്? പിന്നെയും പറഞ്ഞു, യാചകർ യാചിക്കാനും വരുന്നതാണ്. അവരും മനുഷ്യരാണ്, നിങ്ങളും മനുഷ്യരാണ്. മനുഷ്യനോട് ഒരിക്കലും യാചിക്കാൻ പാടില്ല. അവർക്ക് യാചിക്കണമെങ്കിൽ ദൈവത്തിനടുത്ത് പോയി യാചിക്കട്ടെ. അവർ മനുഷ്യരുടെ അടുത്ത് യാചിക്കാൻ വരുമ്പോഴാണ് ഞങ്ങൾക്ക് ദേഷ്യം വരുന്നത്. അതെന്തിനാണ് മനുഷ്യനടുത്ത് യാചിക്കുന്നത്? അവർക്ക് യാചിക്കണമെങ്കിൽ ദൈവത്തിനടുത്ത് പോട്ടെ, യാചിക്കട്ടെ. ഇത് കാണുമ്പോൾ ഞങ്ങൾക്ക് ദേഷ്യം വരും. അതുകൊണ്ടാണ് ഞങ്ങൾ കുറച്ചുകൊണ്ട് അവർ ഓടിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സുഖമായി കിടന്നുറങ്ങുന്ന നിങ്ങളുടെ യജമാനന്മാരെ രാത്രി എന്തിന് ഉറക്കം ഞെട്ടിക്കാൻ വേണ്ടി ഇടയ്ക്ക് ശബ്ദം ഉണ്ടാക്കി വരുന്നു? നായ പറഞ്ഞു, നിങ്ങളൊക്കെ രാത്രി പോത്തുകളെ പോലെ കിടന്നുറങ്ങുന്നില്ലേ? പകല് മുഴുവൻ നിങ്ങളുടെ ഓരോ കാര്യങ്ങളും നിങ്ങൾ വീഴ്ചകൾ വീഴാതെ ഓരോ പ്രശ്നങ്ങളിൽ നിങ്ങളെല്ലാം രക്ഷപ്പെടുത്തി ദൈവം നിങ്ങളെ ഇവിടെ എത്തിക്കുന്നു. ഓരോ ദിവസവും എത്തിക്കുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് ഉറങ്ങുന്നതിന് മുമ്പായിട്ട് ദൈവത്തിന് ഒരു നന്ദി പറഞ്ഞിട്ട് ഉറങ്ങിക്കൂടെ? ഒന്നും ഒരു നന്ദി വാക്ക് പോലും പറയാതെയോ ചിന്തിക്കാതെ, അതായത് ഈ കഴിഞ്ഞ ദിവസം ഈ ദിവസം വളരെ നന്നായിരുന്നു, ദൈവത്തിന് ഒരു നന്ദി എന്തെങ്കിലും പറഞ്ഞിട്ട് ഉറങ്ങിക്കൂടെ? രാത്രി ചെന്ന് പോത്ത് പോയി കിടന്നുറങ്ങി ദൈവത്തിൽ ഇപ്പോൾ ചിന്തിക്കുന്നില്ല, ആലോചിക്കുന്നില്ല. അത് കാണുമ്പോൾ ഞങ്ങൾക്ക് ദേഷ്യം വരും. സന്യാസം സമ്മതിച്ചു, ഇത് 3 ദുശ്ശീലങ്ങളല്ല. ഉടനെ നായി പറഞ്ഞു,
നിങ്ങൾക്ക് വേദങ്ങളും പുരാണങ്ങളും ഉപനിഷത്തുകളുണ്ട്. ഞങ്ങൾക്കിതൊന്നുമില്ല. ഞങ്ങൾക്ക് ഗുരുക്കന്മാരില്ല, പുസ്തകങ്ങളില്ല. ഞങ്ങളുടെ പഴയ തലമുറ പഠിപ്പിച്ച കാര്യങ്ങൾ ഞങ്ങൾ പുതിയ തലമുറക്ക് പറഞ്ഞു കൊടുക്കുന്നു. നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങളുണ്ട്. ഉപനിഷത്തുകളുണ്ട്, വേദപുസ്തകങ്ങളുണ്ട്, ഗുരുക്കന്മാരുണ്ട്, പാഠശാലയുണ്ട്, കോളേജുണ്ട്. നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ തലമുറക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ടോ? അത് ആലോചിച്ചിട്ട് ഞങ്ങൾ കുറ്റം പറയും. ഞങ്ങൾക്കറിയുന്ന കാര്യങ്ങൾ ഒരു തെറ്റും കൂടാതെ ഞങ്ങളുടെ തലമുറ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. നിങ്ങൾ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം പോലും നിങ്ങളുടെ തലമുറക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? ഇന്നേ വരെ കൊടുത്തിട്ടുണ്ടോ? എനിക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? നിങ്ങളെല്ലാം പറയും, ഞാൻ വേദം വായിക്കുന്നുണ്ട്, ഉപനിഷത്ത് വായിക്കുന്നുണ്ട്. നിങ്ങളുടെ പല രാഷ്ട്രീയ നേതാക്കന്മാർ ഇപ്പോൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഉപനിഷത്തുകൾ ദിവസം വായിക്കാറുണ്ട്. എന്താ കാര്യം? ഇത് പഠിച്ചിട്ട് എന്താ കാര്യമുള്ളത്? എന്തെങ്കിലും ഒരു നല്ല കാര്യം വരുന്ന തലമുറക്ക് ഉപദേശിച്ചു കൊടുത്ത് അവരോട് ചെയ്യാൻ പറയണമായിരുന്നു. അത് നിങ്ങൾ ചെയ്യുന്നുണ്ടോ? ഞങ്ങൾക്ക് ഇത്രയെങ്കിലും ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് ഞങ്ങൾ മോശക്കാരാണെന്ന് നിങ്ങൾ ഒരിക്കലും കാണരുത്. നിങ്ങൾ ചെയ്യുന്ന കാര്യം നിങ്ങൾ ആലോചിക്കും, എന്നിട്ട് മറ്റുള്ളവരെ കുറ്റം പറയും. ഈ മനുഷ്യർക്കുള്ള ഒരേ ഒരു കുഴപ്പമാണ്, എല്ലാവരും കുറ്റം പറയാൻ വലിയ സാമർഥ്യമായിരിക്കും. പക്ഷെ അവർ ചെയ്യുന്നതോ അതിനെപ്പറ്റി ചിന്തിക്കില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കും എന്ന് പറഞ്ഞ് ആ സംഭാഷണം നിർത്തി. സുഹൃത്തുക്കളെ, നായ്ക്കൾ ചെയ്യുന്ന മോശമായ കാര്യമല്ല, ഇത്രയും മഹത്തായ കാര്യം ചെയ്യുന്ന നായ്ക്കളെ നമ്മൾ പൂജിച്ചേ പറ്റൂ, യാതൊരു സംശയവുമില്ല. ഓക്കെ, താങ്ക് യു വെരി മച്ച്.